തൃശ്ശൂർ പൂരത്തിൽ രാംലല്ലയുടെ ചിത്രം കാണിച്ചത് വലിയ വിവാദമായിരിക്കാം. പൂരത്തേക്കാൾ വലിയ പൂരം അലങ്കോലമായതിനേക്കാൾ വലിയ വിവാദമാണ്. ഇപ്പോൾ ചിലരൊക്കെ പറയുന്നു രാമൻ എല്ലാവരുടെയും രാമനാണ്, പക്ഷേ അവിടെ കാണിച്ച അയോധ്യയിലെ രാമനല്ല ഞങ്ങളുടെ രാമൻ, ഹിന്ദുക്കളുടെ രാമൻ, അത് BJPയുടെ രാഷ്ട്രീയ രാമനാണ്. ഇങ്ങനെ രണ്ട് രാമനുണ്ടോ? അല്ല, ഇത് ഉണ്ടെന്ന് ഒരാൾ പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരാൾ വീട്ടുമുറ്റത്ത് നിന്ന് പറയുകയാണ് ഇവിടെ ഈ ചുറ്റി നടക്കുന്ന ആളല്ല എൻ്റെ അച്ഛൻ വേറെയാണ് എന്നൊരാൾ പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കിത് വെരിഫൈ ചെയ്യാനും നിർവാഹമില്ല. ഇവൻ്റെ അച്ഛന് ഇങ്ങനെ തന്നെയാണോ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പം അതുകൊണ്ട് അങ്ങനെ പ്രഖ്യാപിക്കുന്ന ആൾക്കാരുണ്ട്. ഈ രാമലല്ല വിവാദം ഇതിൻ്റെ അടിയിലുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. കാരണം ഈ എടുത്തുകൊണ്ട് പോടാ പട്ട എന്ന് പറയുമ്പോൾ വേറൊരാൾ കൂടെ അതിൻ്റെ കൂടെ നിൽപ്പുണ്ട്, ഈ കൊടയുമായിട്ട്. അയാളെ ഇറക്കി വിട്ടു. ആ വിഷ്വലിൽ കാണാം ഈ ഇതിൻ്റെ അമ്പും വില്ലും അതിൻ്റെ അറ്റം കാണാം. അപ്പോൾ അതേ തുടർന്നുണ്ടായ ഒരു അസ്വസ്ഥത അപ്പം തന്നെ CPM-ന് തുടങ്ങിയിരുന്നു. കാരണം തിരുവാമ്പാടിയും പാറമേക്കാവും രണ്ടുപേരും ഈ അയോധ്യയിലെ രാമൻ്റെ ചിത്രം പൊക്കിപ്പിടിച്ചു. എനിക്ക് തോന്നുന്നത് പാറമേക്കാവാണ് കൂടുതൽ കാണിച്ചതെന്ന് തോന്നുന്നു. പല രീതിയിലുള്ളത് കാണിച്ചു. ഇവർ ഒരു തവണയും മറ്റോ കാണിച്ചു. എനിവേ രാമൻ രണ്ടു വശത്തും ഉണ്ടായിരുന്നു. ആ സമയത്ത് ഒരു പ്രത്യേക ആരവം ഉണ്ടായി, ഒരു അമിതമായ ആരവം ഉണ്ടാകുമല്ലോ. കാരണം അയോധ്യയിലെ രാമനാണ്, മെമ്മറിയിൽ ഇപ്പോൾ നടന്ന സംഭവമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ആരവം ഉണ്ടാകും. ഓരോ കുടമാറ്റത്തിനും ഈ വർണ്ണപ്പകിട്ടുള്ള കുട താഴ ഇതൊക്കെ മാറ്റിക്കഴിയുമ്പോൾ ആളുകൾ വല്ലാത്തൊരു ആരവം കേൾപ്പിക്കും. അതുള്ളതാണ്. എലഞ്ഞിത്ര മേളത്തിലൊരു ആരവം ഉണ്ടാകും. അതിൻ്റെ കുട്ടിക്കലാശം തുടങ്ങുമ്പോൾ വേറൊരു ആരവം ഉണ്ടാകും. ഈ ആരവങ്ങൾക്ക് അതിൻ്റേതായ ഒരു സിഗ്നലുണ്ട്. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് അറിയിക്കുന്ന ഒരു ശബ്ദമാണ് കാണികളെല്ലാം കൂടെ അങ്ങ് തുടങ്ങുന്നത്. ചെണ്ടമേളം അവസാനിക്കാറാകുമ്പോഴുള്ള താളത്തിൽ ഓരോ താളത്തിനും കാണികൾ ആരവം മുഴക്കും. ഇത് കുടമാറ്റത്തിൻ്റെ സമയത്തും സംഭവിക്കുന്നു. അപ്പോൾ രാംലല്ലയുടെ കുട കാണിച്ചു കഴിഞ്ഞപ്പോൾ വല്ലാത്തൊരു ആരവം ഉണ്ടായി. അതുണ്ടാകും, സ്വാഭാവികമാണ്. ഇതിൽ അസൂയപ്പെട്ടിട്ട് ആ രാമൻ ഞങ്ങളുടെ രാമനല്ല, ഈ തന്ത എൻ്റെ തന്തയല്ല എന്നൊക്കെ പറഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അല്ല, ഇവിടുത്തെ ഇടതുപക്ഷ അല്ലെങ്കിൽ ഈ മുസ്ലിം ഹാൻഡിലുകൾ പറയുന്നൊരു കാര്യം, രാമനെ ഞങ്ങളെല്ലാം അംഗീകരിക്കുന്നു, പക്ഷേ അയോധ്യയിലിരിക്കുന്ന രാമൻ പള്ളി പൊളിച്ചുണ്ടാക്കിയ പള്ളിപ്പറമ്പിലെ രാമനാണ്. അതുകൊണ്ട് അതിനെ ഇന്ത്യയുടെ ഹിന്ദു മനസ്സും മതേതര മനസ്സും അംഗീകരിക്കില്ല. വേണ്ടെന്ന്. അപ്പോൾ അതിവിടെ കൊണ്ട് കാണിക്കാവോ? നിങ്ങളത് അല്ല, ഉത്സവം പൂരം എല്ലാവരുടെയും അല്ല, ഈ അവിടെ കാണിക്കാൻ പോകുന്ന കുട നിങ്ങളെ കാണിച്ച് സർട്ടിഫിക്കറ്റ് വാങ്ങാൻ പറ്റുമോ? പൂരം ഞങ്ങളെല്ലാവരുടെയും കൂടിയാണ്. അത് ഇവരുടെയും കൂടെയാണല്ലോ. ഈ പറഞ്ഞ നിങ്ങൾ ഈ കൊള്ളില്ല എന്ന് പറഞ്ഞ ആൾക്കാരുണ്ടല്ലോ, അവരുടെയും കൂടെയാണല്ലോ പൂരം. പക്ഷെ ഭൂരിപക്ഷം ഞങ്ങളാണ്. ഭൂരിപക്ഷം നിങ്ങളല്ല എന്ന് പാറമേക്കാവും തിരുവാമ്പാടിയും തെളിയിച്ചു കഴിഞ്ഞു. രണ്ടുപേരും രാമൻ്റെ കുടയുയർത്തി. അപ്പോൾ നിങ്ങളുടെ ഗ്യാസ് പോയില്ല. തിരുവമ്പാടി ക്ഷേത്ര ഭരണസമിതി ഇടതുപക്ഷമാണ്. ആയിക്കോട്ടെ, അവരും കാണിച്ചല്ലോ, കുട അവരും കാണിച്ചല്ലോ. അപ്പോൾ പിന്നെ ആരാ ഭൂരിപക്ഷം എന്ന് മനസ്സിലായില്ലേ? ഇനി ഭൂരിപക്ഷമല്ല ന്യൂനപക്ഷമാണെന്ന് വെച്ചോ, അപ്പോഴും ന്യൂനപക്ഷങ്ങൾക്കൊരു അവകാശം വേണ്ടേ? ന്യൂനപക്ഷങ്ങൾക്കല്ലേ കൂടുതൽ അവകാശമുള്ളൂ. വേറെ ന്യൂനപക്ഷ ഇതുപോലത്തെ ഈ രാമൻ കയറി അങ്ങ് പിടിക്കുന്നത് ഇവർക്ക് താങ്ങാൻ പറ്റുന്നില്ല. ഇവർക്ക് അറിയില്ല രാമൻ്റെ റീച്ച്. സുനിൽ ആലോചിച്ച് നോക്ക്, 6 ലക്ഷം ഗ്രാമങ്ങളാണ് ഇന്ത്യയിൽ, 6 lakhs. അതിൽ 1.5 ലക്ഷം ഗ്രാമങ്ങളുടെ പേര് രാമനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. റാംപൂർ, രാംഗഡ്, അത് ഇത് എന്നൊക്കെ പറഞ്ഞ് അവിടെ. കേരളത്തിൽ രാമപുരം, ബാലരാമപുരം, കൊച്ചുരാമപുരം, രാമന്തളി, രാമങ്കരി, രാമങ്കര, എത്ര രാമനുണ്ടെന്നറിയാം? രാമനെ ചേർത്ത് എത്ര സ്ഥലമുണ്ടെന്നറിയാമോ കേരളത്തിൽ? ഇവിടെ ചിലർ പറയുന്നത് കേരളത്തിൽ അങ്ങനെ രാമൻ വലിയ ആളൊന്നുമല്ല, നമുക്കൊക്കെ അയ്യപ്പനും ഗണപതിയും ശിവനും ഒക്കെയാണ്, ഭഗവതിയൊക്കെയാണ് നമ്മുടെ ദൈവങ്ങൾ. രാമൻ വടക്കേന്ത്യൻ വരത്തനാണ്. അങ്ങനെയാണ്. ഈ കർണാടക സംഗീത കച്ചേരി നടത്തുമ്പോൾ പുറകിൽ തമ്പുരു ഇങ്ങനെ ഉണ്ടാവുമല്ലോ. ഇപ്പം അത് മാറിയിട്ട് ശ്രുതി ബോക്സ് ആയി. ഈ തമ്പുരുവിൻ്റെ ഒരു മൂളലും ഈണവും ഉണ്ട്. ആ ഹോള് നിറച്ചിങ്ങനെ അതിൻ്റെ സ്വരം നീക്കും. അതിൻ്റെ പുറത്താണ് ഈ ശമ്മാങ്കുടി ശ്രീനിവാസരായാണെങ്കിലും ബാലമുരളീകൃഷ്ണയാണെങ്കിലും പാടുന്നതും, പാലക്കാട് മണിയയ്യർ മൃദംഗം വായിക്കുന്നതും, ചൗടയ്യ വയലിൻ വായിക്കുന്നതും എല്ലാം
ഈ ശ്രുതിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ്. ഈ ശ്രുതിയാണ് രാമൻ ഭാരതത്തിൽ. യു മേ നോട്ട് സീ ഹിം, ബട്ട് ഹീ ഈസ് ഫുൾ ദർ. കംപ്ലീറ്റ് ഓഡിറ്റോറിയം ശ്രുതി നിറഞ്ഞിരിക്കുന്നു, നാദം കൊണ്ട് നിറച്ചിരിക്കുന്നു. ആ ശ്രുതി എപ്പോൾ നിൽക്കുന്നു, ഈ പറഞ്ഞ കലാപരിപാടി മുഴുവൻ നിൽക്കും, മുഴുവൻ നിന്ന് പോകും. ആ ശ്രുതി ഞാൻ കണ്ടിട്ടുണ്ട്. ബാലമുരളികൃഷ്ണയൊക്കെ ഒരു 20 മിനിറ്റോളം എടുത്തിട്ട് ഈ തമ്പുരു മടിയിൽ വെച്ചിട്ട് ശ്രുതി ചേർത്ത് കറക്റ്റാക്കിയിട്ട് പുറകിലിരിക്കുന്ന ആളിന് കൊടുക്കും. അയാളിങ്ങനെ ചുമ്മാ ഇത് നീട്ടിക്കൊണ്ടിരിക്കും. എന്താ അതിൻ്റെ ഫങ്ഷൻ? ഇതാണ് സംഗീതത്തിൻ്റെ ബേസ്. ഭാരതത്തിൻ്റെ ആധ്യാത്മികതയുടെ ബേസ് രാമനാണ്. അപ്പോൾ രാമൻ്റെ വിഗ്രഹം എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റില്ല. സ്റ്റേജിൽ തമ്പുരു ഇരിപ്പുണ്ട്, ബാക്കി സ്ഥലത്തോ അത് അന്തരീക്ഷത്തിലുണ്ട് ശ്രുതി. ബാക്കി പെർഫോമൻസ് സംഗതി സദസ്യർ എല്ലാം ഉണ്ട്. പക്ഷേ ശ്രുതി കംപ്ലീറ്റ് നിറഞ്ഞിരിക്കുന്നു. എന്നാൽ നിങ്ങൾക്ക് തൊട്ട് കാണിക്കാനില്ല താനും ഒരു സ്ഥലത്ത്. അതാണ് രാമൻ. അവിടെയൊക്കെ വലിയ പ്രാധാന്യമുണ്ട്. ഏത് സ്റ്റേജിന്? ഇവിടെ അമ്പലം പോലും ഇല്ല, ഇവിടെ കാണാനില്ല എന്നൊക്കെ പറയും. കാണാനുണ്ട്. അതാണ് ഈ സ്ഥലപ്പേര്. കേരളത്തിൽ ഒരുപക്ഷെ ഏറ്റവും അധികം സ്ഥലപ്പേരുകൾ രാമനുമായിട്ട് ബന്ധപ്പെടുത്തിയായിരിക്കും. കേരളത്തിൽ ഇപ്പോൾ നാമം ചൊല്ലുന്ന ആൾക്കാരില്ല. ബട്ട് ജനറലി നോക്കിക്കോ, നാമം ചൊല്ലുക എന്ന് വെച്ചാൽ അർത്ഥം രാമനാമം ചൊല്ലുക. രാമനാമം ചൊല്ലുക എന്ന് ആ നമശിവായ എന്ന് ചിലരർത്ഥം കൊടുക്കാറുണ്ട്. ബട്ട് ഭൂരിപക്ഷവും പോയി നാമം ചൊല്ലട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാമ പറഞ്ഞിരിക്കുകയാണ്. കുട്ടിക്കാലം നാമം എന്ന് പറഞ്ഞാൽ രാമൻ്റെയാണ്. മല എന്ന് പറഞ്ഞാൽ ശബരിമലയാണ്. ശരിയാണ്. മല എത്രയോ ഉണ്ട്. മലയ്ക്ക് പോകുക എന്ന് പറഞ്ഞാൽ ശബരിമലയ്ക്ക് പോകും. ഏത് മല എന്ന് ആരും ചോദിക്കില്ല. ചോദിക്കുമോ? ഇല്ല. അപ്പോൾ വെറുതെ സ്ഥലങ്ങൾ കൊണ്ട് ദൈവത്തിന് പോലും മേൽവിലാസം ഉണ്ടാക്കുന്ന ടീമാണ് ഹിന്ദുക്കൾ. വൈക്കത്തപ്പൻ, ധാരകൃഷി, വടക്കുന്നാഥനല്ലേ ഇപ്പോൾ സെൻറ്റർ ഓഫ് ദ ഐ. ഈ വടക്കുന്നാഥൻ 2 വർഷം മുമ്പ് ഒരാൾ രഹസ്യമായിട്ട് എന്നോട് പറഞ്ഞു, വടക്കുന്നാഥൻ മഹാവിഷ്ണുവാണെന്നാണ് ഞാൻ വിചാരിച്ചത്. മോഹൻദാസ് ശിവനാണെന്ന് ഇപ്പോഴാണ് അറിയുന്നത്. കാരണം വടക്കുന്നാഥൻ എന്ന് പറയുന്നതല്ലാതെ ഈ മൂർത്തി ഏതാന്ന് പറയുന്നില്ല. വൈക്കത്തപ്പൻ ഏതപ്പൻ? വിഷ്ണുവാണോ? പണ്ട് വെള്ളമടിച്ച ആശാന്മാർ, എടാ മൂലയങ്കര ഭഗവതി ശിവനോ വിഷ്ണുവോ എന്ന് ചോദിക്കുന്ന ഒരുത്തൻ. മറ്റവൻ്റെ ഉത്തരവാണ്, തുമ്പിക്കൈ കണ്ടാൽ അറിഞ്ഞുകൂടെ സുഗ്രീവനാണ്. ഇത് കാര്യം വെള്ളമടിച്ച അമ്മമാർ പറഞ്ഞതാണെങ്കിലും പലപ്പോഴും ഹിന്ദു സമാജത്തിന് ഈ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട്. നമുക്ക് പരിചയമില്ലാത്ത സ്ഥലത്ത് പരിചയമില്ലാത്തൊരു അമ്പലം, അതിനകത്ത് കയറി കഴിയുമ്പോൾ അവിടെ ഇരിക്കുന്ന കംപ്ലീറ്റ് പൂവൊക്കെ ഇട്ട് മൂടി ദീപമൊക്കെ കക്ഷിയാരാ? ശിവനാണോ വിഷ്ണുവാണോ ഭഗവതിയാണോ? ആരായാലും നമുക്ക് പ്രശ്നമില്ല. അതാണ് ഇതിൻ്റെ വേറൊരു രസം. ഞാൻ ഏറ്റവും വലിയ ഇത് കണ്ടിട്ടുള്ളത്, നമ്മളുടെ ശബരിമല സീസണിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള അയ്യപ്പന്മാർ പഴനിയിൽ പോവും, എന്നിട്ട് ശബരിമലയ്ക്ക് വരും. പഴനിയിൽ ഫുൾ ആ സമയത്ത് അയ്യപ്പോ എന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് മുരുകനെ ആരും വിളിക്കുന്നില്ല. ക്യൂവിൽ നിൽക്കുന്നതും തിക്കി തിരക്കി പോയി തൊഴുന്നതും ഒക്കെ മുരുകനെയാണ്. മുരുകൻ അവിടെ വേലൊക്കെ പിടിച്ച് പഴനിയിലാ നിപ്പുണ്ടല്ലോ, സംഗതിയൊക്കെ ശരി. പക്ഷെ ആ സീസണിൽ വിളിക്കുന്ന അയ്യപ്പൻ എന്നാണ് മുരുകൻ. ആരും പുള്ളിക്കൊരു പ്രശ്നമില്ല, ഈ പുള്ളിക്കും പ്രശ്നമില്ല. എടാ നിന്നെ അവർ എൻ്റെ പേരിട്ടാണോ വിളിക്കുന്നത്, അവർ വിളിച്ചോട്ടെ എന്ന്. നമ്മൾ തമ്മിൽ അത്ര വലിയ പ്രശ്നമൊന്നുമില്ല. ഇത് ഞാൻ വൃദ്ധനായ ഒരു തമിഴിനോട് ചോദിച്ചു, ഇതെന്താ ഇങ്ങനെ മുരുകൻ്റെ മുമ്പിൽ അയ്യപ്പൻ എന്ന് വിളിക്കുന്നത്? അങ്ങനെ കൂളായിട്ട് പറഞ്ഞു, 2 ഒന്നല്ലോ സാർ. എന്നാ സാർ ഇത്? അയ്യപ്പനും മുരുകനും ഒന്നാണ്, ഇത് അറിയാമല്ലേ എന്നാണ് അയാൾ എന്നെ ശാസിക്കുന്നത്. സി, ദിസ് ഈസ് ഹൗ രാമൻ വർക്ക്സ്. രാമൻ ഈസ് ദെയർ എവരിവെയർ, ബട്ട് യു കനോട്ട് ടച്ച് ആൻഡ് ദേ രാമൻ എന്ന് പറഞ്ഞ് കാണിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് രാമോ വിഗ്രഹവാൻ ധർമ്മമനുസരിച്ച് ജീവിക്കുന്ന, ധർമ്മം ആൾ രൂപമെടുത്തവനാണ് രാമൻ. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് രാമന്മാർ നമ്മുടെ ചരിത്രത്തിലുമുണ്ട്, വർത്തമാനത്തിലുമുണ്ട്, ഇപ്പോഴുമുണ്ട്. അവരൊക്കെ ഉള്ളതുകൊണ്ടാണ് ഈ ഭൂമി തീ പിടിക്കാതെ പോകുന്നത് കേട്ടോ. അല്ലെങ്കിൽ ബൈബിളിൽ പറഞ്ഞ പോലെ ഗന്ധകവും തീമഴയും ഇറക്കി കർത്താവ് ഇത് കംപ്ലീറ്റ് വൈറ്റ് വാഷ് ചെയ്യുമായിരുന്നു. ഇപ്പോഴും രാമന്മാർ കോടിക്കണക്കിന് ഭാരതത്തിൽ ജീവനോടിരിക്കുന്നു. ആർക്കാ രാമനെ കാണേണ്ടത്? വരാൻ പറയുക. ഐ വിൽ ഷോ ദം രാമൻ. ഒരു സംശയോട് ചോദിക്കട്ടെ, പൂരത്തിൻ്റെ പ്രശ്നങ്ങൾ തീർന്നിട്ടില്ല. അടുത്ത വർഷത്തെ പൂരം, അതിനൊരു കണ്ടീഷൻ രാമനെ കാണിക്കരുതെന്ന് ആരെങ്കിലും പറയുമോ? ഇല്ല, ഒരു മനുഷ്യൻ പറയില്ല. മാത്രമല്ല മത്സരിച്ച് രാമനെ കാണിച്ചു എന്ന് വരും.
ചിലപ്പോൾ കാണിച്ചില്ലെന്ന് വരും, അടുത്ത തവണ വേറൊരു ഇതായിരിക്കും വരാൻ പോകുന്നത്, നമുക്കറിയില്ല. അതെ അതെ, ഈ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കാണിച്ചു ഈ കുടമാറ്റത്തിൻ്റെ ഒരു പരിപാടി അതിൻ്റെ രഹസ്യാത്മകതയാണ്. ഇവർ ഈ ആനപ്പുറത്ത് ഇത് കാണിക്കുമ്പോഴാണ് ഇത് കൊള്ളാമല്ലോ എന്ന്. അപ്പോഴാണ് മറ്റവർ അവരുടെ ആയുധം പുറത്തെടുക്കും. അത് കാണുമ്പോൾ അമ്പടാ ഇത് കലക്കി. ഇങ്ങനെ നമ്മളെ വിസ്മയിപ്പിക്കുന്നൊരു ഏർപ്പാടാണ് കുടമാറ്റം. അപ്പോൾ അടുത്ത വർഷം എന്തുണ്ടാവും എന്തുണ്ടാവില്ല എന്ന് നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പൊട്ടന്മാരായി പോകും. അല്ല, ഈ മതേതര മറ്റേ ഗുണ്ടികൾ ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി രാമനെ വെക്കരുതെന്ന് ആദ്യമേ പറയാം. അവർക്ക് അവർക്കുള്ള പ്രശ്നം അവർ ഇതിൻ്റെ ഞാൻ പറഞ്ഞില്ലേ, ഈ ഉത്സവങ്ങൾക്കെല്ലാം 2 പാർട്ടുണ്ട്. ഒന്ന് അതിൻ്റെ റിച്വൽ, റിലീജിയസ് പാർട്ട്. രണ്ടാമത്തെ കാർണിവൽ. ആ കാർണിവലിൽ ഇവർ കടന്നു കയറിയിട്ട് വിഷമിക്കുകയാണ്. റിച്വൽസ് ഇവർ പലപ്പോഴും തടയുന്നു കാർണിവലിൽ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഈ റിച്വൽസ് തടയുന്നത് ഇറ്റ് വിൽ ബി വെരി കോസ്റ്റ്ലി ഫോർ ദം. നിങ്ങളുടെ പൊളിറ്റിക്സ് വന്ന് അമ്പലത്തിനുള്ളിലേക്ക് കയറുന്നു, ചടങ്ങുകളിലേക്ക് കയറുന്നു. അത് ഒരു ദിവസം എല്ലാവരും തിരിഞ്ഞു കടിക്കും. അത് കോൺഗ്രസ്സുകാരനായ ഹിന്ദു, കമ്മ്യൂണിസ്റ്റുകാരനായ ഹിന്ദു, BJP-കാരനായ ഹിന്ദു, ജനതാദളുകാരനായ ഹിന്ദു, കേരള കോൺഗ്രസ്സുകാരൻ ഹിന്ദു, ഇതല്ലാതെ വെറുതെ നടക്കുന്ന ഹിന്ദു, ഇവരെല്ലാം കൂടെ ഒരു നിരത്തും. അത് വളരെ ഡേഞ്ചറസ് ആയിരിക്കും. കാരണം ഞാൻ പറയുന്നത് ഡോണ്ട് പുഷ് ഹിന്ദു സൊസൈറ്റി ടു മച്ച്. നിങ്ങളിപ്പോൾ തന്നെ ഏകദേശം തള്ളി ഭിത്തി വരെ കൊണ്ടുപോയിട്ടുണ്ട്. ഹിന്ദു തിരിച്ച് തള്ളിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് താങ്ങാൻ പറ്റില്ല. ഹിന്ദുവിന് ഇതിൽ പേടിയുമില്ല. ഇവർ പറയുന്നു വലിയ സംഘർഷം ഉണ്ടാകും, മതസംഘർഷം ഉണ്ടാകും. മതസംഘർഷത്തെ ആർക്കാ പേടി? മതസംഘർഷത്തെ ഭയക്കുന്നത് മതേതര സംഘർഷക്കാരാണ്. മനസ്സിലായോ? മതേതരത്വ ഭീകരവാദമുണ്ട് കേരളത്തിൽ. മതഭീകരവാദം നമുക്ക് ഡീൽ ചെയ്യാൻ സുഖമില്ല. മതേതര ഭീകരവാദം ഡീൽ ചെയ്യാനാണ് പ്രയാസം. അതാണ് ഇപ്പോൾ ഈ രാമനെയൊക്കെ ഉടക്കി വയ്ക്കുന്നത്. മതഭീകരന്മാരൊന്നുമല്ല, അവരാരും രാമനെ തൊടുകയൊന്നുമില്ല. പ്രെഡിക്റ്റബിളാണ് അവരുടെ പോക്ക്. ഇവരങ്ങനെയല്ല, അൺപ്രഡിക്റ്റബിൾ. എന്ത് ചെയ്യും? സെലക്റ്റീവാണ്. ഹിന്ദുക്കളെ മാത്രം ആക്രമിക്കുന്നവരാണ്. കമ്മ്യൂണിസ്റ്റുകാരാണ്. മതേതരക്കാരൊന്നുമല്ല, അവർക്ക് മതമുണ്ട്. ആ മതം അവർ ഒളിച്ചു വെച്ചിരിക്കുന്നേ ഉള്ളൂ. ജനറലി ഇവരുടെ മതം നോക്കിയോ ഇസ്ലാമാണ്. കമ്മ്യൂണിസ്റ്റുകാരൻ്റെ മതം ഇസ്ലാമാണ്. കമ്മ്യൂണിസം തന്നെ ഒരു മതമാണ്. അത് പോരാഞ്ഞിട്ട് ഇപ്പം എല്ലാവരും ഇസ്ലാമായി മാറിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ട് ഹിന്ദു പേരുകൾ നിലനിർത്തിയിട്ട് ഹിന്ദു സമ്പ്രദായങ്ങളെ, ആചാരങ്ങളെ നിരന്തരം ആക്രമിച്ചുകൊണ്ടിരിക്കും. ദേ വിൽ നോട്ട് സക്സീഡ്. ദേ ഹാവ് മിസറബിളി ഫെയിൽഡ്. വാസ്തവത്തിൽ എന്തൊരു കഷ്ടമാണ് CPM-ൻ്റെ കാര്യം. അവരുടെ കൂട്ടത്തിലെ ആൾക്കാരൊക്കെ ഇപ്പോൾ അമ്പലത്തിൽ പോകുന്നില്ലേ? ഞാൻ CPM അതിൻ്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അതിൻ്റെ പ്രോജ്വല കാലഘട്ടത്തിൽ നിൽക്കുമ്പോൾ 60-കൾ 70-കളിലൊക്കെ ഒരു കമ്മ്യൂണിസ്റ്റുകാരനും ഒരമ്പലത്തിലും പോവില്ല. പക്ഷേ ഒളിച്ചു പോയി കുഴപ്പത്തിലായ ആൾക്കാരെ എനിക്കറിയാം. പഴനിയിൽ പോയി എൻ്റെ നാട്ടിൽ നിന്നൊരാൾ കമ്മ്യൂണിസ്റ്റുകാരനാണ്. നീ എന്തിനാ വെറുതെ ഒന്ന് കാണാൻ? പഴനിയിൽ കയറി പോകുന്ന വഴിക്ക് ഈ കുട്ടികളില്ലാത്തവർക്ക് കുട്ടികൾ ഉണ്ടാവാനായിട്ട് ഒരു കല്ല് തുണിയിൽ ഇങ്ങനെ കെട്ടും, മരത്തിൻ്റെ കമ്പിൽ അവിടെ കെട്ടി ധാരാളം കാണാൻ. വീടില്ലാത്തവർക്ക് വീട് വയ്ക്കാനായിട്ട് 4 കല്ല് നമ്മൾ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ വീട് റെഡിയാകും എന്നാണ് സങ്കല്പം. ഇയാൾ ഒരു തമാശയ്ക്ക് ഒരു തൊട്ടിൽ കെട്ടി അതിനകത്തൊരു കുട്ടിയായിട്ടൊരു ചെറിയ കല്ലും വെച്ചു. എല്ലാവരും വയ്ക്കും. കൂടെയുള്ളവർ പറഞ്ഞു, ചെയ്യല്ലേ മോനും, നിൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല. ഇതിലേക്ക് അന്ധവിശ്വാസം. ആശാൻ തിരിച്ചു എന്നിട്ട് വലിയ ഗമയൊക്കെ അടിച്ച് ഞാൻ പഴനി പോയി. ഇവരൊക്കെ വെറുതെ അന്ധവിശ്വാസങ്ങളില്ലെന്ന്. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഒരു പെണ്ണ് പ്രത്യക്ഷപ്പെട്ടു. അവളുടെ ഗർഭത്തിന് ഉത്തരവാദി ഇവനാണ്. നടന്ന കാര്യം, പേര് പുറത്ത് പറയാൻ പറ്റില്ല. എൻ്റെ ഗ്രാമത്തിൽ നടന്ന കാര്യമാണ്. വർഷം ഒരു 50-55 വർഷമായി. ആകെ വിഷമിച്ചു. എന്ത് ചെയ്യും? ഒടുവിൽ അപ്പോൾ അന്വേഷണം, ഞാനന്ന് ചെറുപ്പമാണെങ്കിലും മണത്തറിയുമല്ലോ കാര്യങ്ങൾ. സംഗതി പലരും കൂടി വള്ളം മുക്കുക. ഇതിനകത്ത് ഇവനും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പെങ്കൊച്ചി ഇവൻ്റെ പേര് പറഞ്ഞു, ബാക്കിയുള്ളവരുടെ പേര് പറഞ്ഞില്ല. തൊട്ടിൽ വെച്ചപ്പോൾ ഓർത്തില്ല അല്ലേ? ഒടുവിൽ അന്നത്തെ കാലത്ത് 15,000 രൂപ കൊടുത്ത് സെറ്റിൽ ചെയ്തു. ഇത് യുക്തിവാദിക്ക്, മറ്റേ കമ്മ്യൂണിസ്റ്റുകാരൻ, യുക്തിവാദി എന്ന് ഞാൻ പറയും, കമ്മ്യൂണിസ്റ്റുകാരൻ വെല്ലുവിളിച്ച് പോയി വാങ്ങിച്ച പണിയാണ് പഴനി മുരുകൻ്റെ അടുത്ത് നിന്ന്. ഇപ്പോഴാണെങ്കിലും നമുക്ക് പറയാമായിരുന്നു പണി പാലും വെള്ളത്തിൽ കൊടുത്തു. അന്നാ പ്രയോഗമില്ല. അന്നാ പ്രയോഗമില്ല.
അങ്ങനെയൊക്കെ സംഭവിച്ച ആൾക്കാരുണ്ട്. പക്ഷേ അന്നൊന്നും കമ്മ്യൂണിസ്റ്റുകാർ അമ്പലത്തിൽ വരില്ല. ഇതിപ്പോൾ ഇങ്ങനെ തെറ്റിയും തെറിച്ചും ഒക്കെ ഇങ്ങനെ സാഹസികന്മാർ പോയി അതിൻ്റെ ദുരനുഭവങ്ങളൊക്കെ അനുഭവിച്ച് പോയ കഥയാണ് ഞാൻ പറഞ്ഞത്. ബട്ട് ആസ് എ ജനറൽ റൂൾ കമ്മ്യൂണിസ്റ്റുകാർ അമ്പലത്തിൽ പോവില്ല. ഇപ്പോൾ അത് പോയില്ലേ? ഇപ്പോൾ കഴിയാവുന്നത്ര അമ്പലത്തിൽ പോകണമെന്ന് പറഞ്ഞ് സർക്കുലർ ഇറക്കിയിരിക്കുക, അമ്പലങ്ങൾ പിടിച്ചെടുക്കണം. മണ്ടക്കാട്ട് അമ്പലത്തിൽ പോയി ഭജനയ്ക്ക് ഇരുന്നെന്ന് പറഞ്ഞിട്ട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പുറത്താക്കിയിട്ടുണ്ട്. അത് ഇപ്പം ചെയ്യില്ല, ഇപ്പം അത് ചെയ്യില്ല. ചോദ്യമൊക്കെ ചോദിക്കും, ഇച്ചിരി കണക്ക്. ഈ ഭയം കൊണ്ടാണ് ഇവരുടെ മേജർ ഇവരുടെ മെമ്പേഴ്സ് എല്ലാം തന്നെ ഹിന്ദുക്കളാണില്ല. ഈ ഒഴുക്കം കൊണ്ട് തുടങ്ങിക്കഴിഞ്ഞാലുണ്ടല്ല, പിടിച്ചാൽ നിൽക്കില്ല. അതാണ് ഇവരുടെയൊക്കെ അട്രാക്ഷൻ. അയ്യപ്പൻ്റെ, ഗുരുവായൂരപ്പൻ്റെ, വടക്കുംനാഥൻ്റെ, വൈക്കത്തപ്പൻ്റെ ഒക്കെ അട്രാക്ഷൻ ഉണ്ട്, വെറും സ്ഥലപ്പേര് പറഞ്ഞിട്ട്. ഏതായാലും നമുക്ക് ശ്രീരാമൻ ടി ജി പറഞ്ഞ പോലെ ഈ രാജ്യത്തിൻ്റെ ശ്രുതിയാണ് എന്ന് ആവർത്തിച്ച് പറഞ്ഞ് നമുക്ക് ഈ വർത്തമാനം അവസാനിപ്പിക്കാം. യെസ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.